ഹലോ, ഇന്നും ഒരു വാട്ടർ ഈറ്റിൻ്റെ ഡേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ആദ്യം കാണിക്കാം. ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോയത്. ദോശയും കടലക്കറിയാണ്. കടലക്കറി ഇന്നലത്തെയാണ്, ചമ്മന്തി രാവിലത്തെയാണ്. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചായിരുന്നു. അതിനുശേഷം ജോലിക്കായിട്ട് പോവാണ്. ഞാൻ ബസ്സിലാണ് അങ്ങോട്ട് പോയത്. വഴിയിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ കാണും. ഇതാ എൻ്റെ ആംബുലൻസിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. കുറച്ച് മീനിനെയൊക്കെ കണ്ടു. അത് ഓഫീസിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ക്ലിനിക്കിൽ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലഞ്ച് എൻ്റെ ഫ്രണ്ട് അമിതിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പവും കടലക്കറിയാണ് ഞാൻ ലഞ്ചിന് കഴിച്ചത്. പിന്നെ മീൻകുട്ടന്മാരെയൊക്കെ കണ്ടു. വൈകുന്നേരം ചായേൻ്റെ സമയമായി. പക്ഷെ ഞാൻ ചായയല്ല, പാലാണ് കുടിച്ചത്. അതിൻ്റെ കൂടെ സ്നാക്സായിട്ട് കഴിക്കാനും കിട്ടി. പരിപ്പുവടയും പഴംപൊരിയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധി ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ 3-4 നേരം ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും ആഹാരം കഴിക്കും. ചില ദിവസം അതങ്ങോട്ട് ശരിയാവില്ല. വേറെ ചില ദിവസം നല്ല രുചികൾ കിട്ടില്ല. പക്ഷേ ചില ദിവസം നമുക്ക് ബിരിയാണി കിട്ടും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ പാലിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പഴംപൊരിയും ഇതും കൂടെയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ചിപ്സ് കഴിച്ചു. ഇത് രാത്രി ഫുഡ് കഴിക്കുന്നതാണ്. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. ചോറും സാമ്പാറും ഒരു തോരനും പപ്പടവും പിന്നെ അച്ചാറും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് രാത്രി കഴിച്ചപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നി. ഒത്തിരി ക്യാരറ്റ് ഇട്ട സാമ്പാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെയായാലും നമ്മൾ എന്തെങ്കിലും കഴിക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ രാത്രി നമുക്കിതുപോലെ ധമാക്ക കിട്ടും എന്ന് പറയുന്ന പോലെ ആയിരിക്കും ജീവിതം. മുന്നിലേക്ക് പോവുക, ജീവിച്ചേ മതിയാവുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ബൈ.